أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻഷിഖാഖിലെ 6 മുതൽ 12 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക, നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി വരികയാണ്. കദ്ഹൻ, ഒരധ്വാനം. ഫമുലാഖീഹ്, എന്നിട്ട് നീ അവനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അമ്മാമൻ ഊത്തിയ, എന്നാൽ ഏതൊരാൾക്ക് ലഭിച്ചുവോ കിതാബഹു, അവൻ്റെ ഗ്രന്ഥം അല്ലെങ്കിൽ അവൻ്റെ കർമ്മപുസ്തകം, ബി യമീനിഹി, വലത് കയ്യിൽ, ഫസൗഫ യുഹാസബു, അപ്പോൾ അവൻ വിചാരണ ചെയ്യപ്പെടും. ഹിസാബൻ യസീറ, വളരെ എളുപ്പമുള്ള ഒരു വിചാരണ. വയൻഖലിബു ഇലാ അഹ്ലിഹി, അവൻ അവൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലും. മസ്റൂറ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട്. വഅമ്മാമൻ ഊത്തിയ കിതാബഹു വറാഅ ളഹ്രിഹി, വഅമ്മാമൻ ഊത്തിയ, എന്നാൽ ആർക്കാണോ നൽകപ്പെട്ടത് കിതാബഹു, അവൻ്റെ കർമ്മപുസ്തകം അഥവാ അവൻ്റെ ഗ്രന്ഥം, വറാഅ ളഹ്രിഹി, അവൻ്റെ പിൻഭാഗത്തുകൂടെ, ഫസൗഫ യദ്ഉ സുബൂറാ, അപ്പോൾ അവൻ വിളിക്കും നാശമേ, അല്ലെങ്കിൽ നാശത്തിന് വേണ്ടി അവൻ വിളിച്ചു കേഴും. വയസ്സുലാ സഈറാ, അവൻ നരകത്തിൽ വെന്തെരിയുകയും ചെയ്യും. സൂറത്തുൽ ഇൻഷിഖാഖിൽ ഇതിനു മുമ്പ് പറഞ്ഞ ആയത്തുകളിൽ ആകാശം പൊട്ടിപ്പിളരുന്നതും അതിന് അള്ളാഹുവിന് അത് വിധേയമാകുന്നതും അങ്ങനെ വിധേയമാകാൻ കടപ്പെടുന്നതുമൊക്കെ, അതേപോലെ തന്നെ ഭൂമി അതിനുള്ളിലുള്ളതെല്ലാം പുറത്തേക്കെറിയുന്നത്, അതും അള്ളാഹുവിന് വിധേയമായിക്കൊണ്ടിരുന്നു. അങ്ങനെ വിധേയമാവാൻ അത് കടപ്പെട്ടതാണ് എന്നും നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എത്തിയ ആളുകളോട് പറയുന്നതാണ്, യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, നീ നിൻ്റെ രക്ഷിതാവിലേക്ക് ഒരധ്വാനം അധ്വാനിച്ചിട്ട് വരികയാണ്. കദ്ഹൻ, ഒരധ്വാനം. ഫമുലാഖീഹ്, എന്നിട്ട് നീ അവനെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു അധ്വാനം നടത്തിയിട്ടാണ് നീ വരുന്നത്. ഇത് മുഫസ്സിറുകൾ 2 രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് ഇത് കാഫിറുകളുടെ നേതാവിനെ സംബന്ധിച്ചാണ് എന്നാണ്. ഉബയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ആരെങ്കിലും ഒഴിവായി കിട്ടുമോ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അവരെ അദ്ദേഹം അതിശക്തമായി മർദ്ദിച്ചിട്ടുണ്ട്, അവർ ദീൻ വിട്ടു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് അധ്വാനിച്ച് വന്നിട്ട് എന്താ ഫലം? അത് ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ,
പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അധ്വാനം നടത്തിയിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് ഏറും അതുപോലെ തന്നെ മർദ്ദനവുമൊക്കെ ഏറ്റിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എങ്കിൽ അദ്ദേഹം ആ രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇതൊക്കെ കിട്ടുമ്പോൾ അവസാനം സ്വർഗത്തിലേക്ക് അദ്ദേഹം എത്തുന്ന ഒരവസ്ഥ, അവിടെ അദ്ദേഹത്തിന് ഫമുലാഖി, അങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നതിന് അള്ളാഹുവിനെ വളരെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ആയത്ത് കൂടി നോക്കിയാൽ അമ്മാമൻ ഊത്തിയ കിതാബോ ബിയമീനി, ആർക്കാണോ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയത്, വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിയാൽ അയാൾ സുരക്ഷിതനായി, അയാൾക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. വലത് കയ്യിൽ വിശ്വാസിക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ ഫസൗഫ യുഹാസബ ഹിസാബ യസീറ, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ, വളരെ കുറഞ്ഞ നേരം മാത്രമേ, വളരെ എളുപ്പമുള്ള വിചാരണ മാത്രമേ അയാൾക്ക് നേരിടേണ്ടി വരുള്ളൂ. അയാളോട് ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. കൊടുക്കുന്ന രൂപത്തിലുള്ള, അയാൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംഗതിയും ചോദിക്കില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ അതിന് മറുപടി പറയാൻ അയാൾക്കുണ്ടാവും. ആ നിലക്കുള്ള മറുപടി പറയാൻ പെട്ടെന്ന് കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കുക. അഥവാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ സത്യസന്ധവും നീതിയുക്തവും ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ പറ്റും. വയങ്കലിബിൽ അഹ്ലി മസ്റൂറ, അപ്പോൾ അയാൾക്ക് വളരെ ചെറിയ ഹ്രസ്വമായ വിചാരണ മാത്രമല്ല, വയങ്കലിബിൽ അഹ്ലി മസ്റൂറ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനടുത്തേക്ക് വളരെ സന്തോഷത്തിൽ, ഞാൻ പറഞ്ഞില്ലേ ആ ഉത്തരമൊക്കെ എനിക്ക് പറയാൻ സാധിച്ചു, എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ ശരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ട്, കാരണം അവിടെ നിന്ന് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷിച്ചിട്ടായിരിക്കും അവിടെ എത്തുന്നുണ്ടാവുക. അതേസമയം വാമാമൻ ഊത്തിയ കിതാബ് വറാഹരി, ആർക്കാണോ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യൻ്റെ പിറകു വശത്തുകൂടെ കിട്ടുന്നത്, പിൻഭാഗത്തുകൂടെ കിട്ടുന്നത്, മുന്നിലൂടെ കൊടുക്കാതെ പിന്നിലൂടെ അവിടെ കുത്തിയേൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഫസൗഫയുദ്റു, അപ്പോൾ അയാൾ വിളിച്ചു കീഴും, സുബൂറ, എൻ്റെ നാശമേ വേണ്ടിയിരുന്നില്ല, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയി, അപരാധമായി പോയി, ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. ആ വിലപിക്കുക മാത്രമല്ല യസ്ല സൈറ, അയാൾ നരകാഗ്നിയിൽ കടന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിചാരണ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈ പറഞ്ഞിട്ടുള്ള ഈ വിശ്വാസിയായ ആളാണെങ്കിൽ അയാൾക്ക് വേഗത്തിൽ വിചാരണ പൂർത്തിയാകും. അപ്പോൾ ആ വിചാരണ പൂർത്തിയാകുന്നത് മാത്രമല്ല, അയാൾക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെടും, സ്വർഗത്തിലേക്ക് പോകാനെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അപ്പോൾ അയാൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അതേസമയം മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം നേരെ ഗ്രന്ഥം കിട്ടുക പോലും ചെയ്യാതെ ഇടത് കയ്യിലാണ് കൊടുക്കുക, അതിൻ്റെ പിന്നിലൂടെ പിറകു വശത്തൂടെ അങ്ങോട്ട് കുത്തിത്തീരുന്ന രൂപത്തിലുള്ള ആ കൊടുക്കലുണ്ടാവും. അപ്പോൾ എത്ര അയാൾക്ക് മനസ്സിലാവും, എൻ്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് അയാൾ വിലപിക്കാൻ തുടങ്ങും. കാരണം അയാൾക്ക് പിന്നെ കിട്ടാൻ കത്തിയിരിക്കുന്ന നരകമായിരിക്കും. അപ്പോൾ ഈ രണ്ട് സംഗതി മാത്രമേ അവിടെ ഉള്ളൂ. ഒന്നുകിൽ മുന്നിലൂടെ വന്നിട്ട് വളരെ സന്തോഷപൂർവ്വം ഗ്രന്ഥം ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ പിന്നിലൂടെ ഇടത് കയ്യിൽ കാര്യം ഏൽപ്പിച്ചുകൊണ്ട് അവിടെ കുത്തിത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അതോടുകൂടി കിട്ടുന്ന ഗ്രന്ഥം കൈ കിട്ടുന്നതോടുകൂടിയിട്ട് ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ അധ്വാനിക്കുക, ഇവിടെ മെനക്കെട്ട് പണിയെടുക്കുക, എന്നിട്ട് സ്വർഗസ്ഥനാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലാക്കും. അതല്ലെങ്കിൽ ആ നന്മ അല്ല ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് നരകമായിരിക്കും കിട്ടുക. അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുക. ആ പണി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.